ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടും. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഗിനറായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചാനലിൽ പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ ചാനൽ അത്രത്തോളം കഷ്ടപ്പെട്ട് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആക്കി അപ്ലൈ നോ പറഞ്ഞിട്ട് വരുമ്പോൾ അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് അത് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം യൂട്യൂബിൽ ഒരുപാട് പോളിസി ചേഞ്ചസ് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. റീയൂസ്ഡ് കണ്ടൻറ്റ്, ഇൻഅതൻറ്റിക് കണ്ടൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. സ്ട്രൈക്കുകൾ വരുന്നുണ്ട്. വയലേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ട് എൻ്റെ ചാനൽ നല്ല വൃത്തിക്ക്, അതായത് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന ഓരോ കാര്യം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ്റെ ടൈമിൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം എന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ 500 സബ്സ്ക്രൈബർ. ഓക്കെ, 500 സബ്സ്ക്രൈബർ മസ്റ്റാണ്. അതായത് ഷോർട്സിനായിക്കോട്ടെ ലോങ്ങിനായിക്കോട്ടെ 500 സബ്സ്ക്രൈബർ ആദ്യം ഉണ്ടായിരിക്കണം ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ. ലോങ് വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോ വാച്ച് അവർ 4000 വാച്ച് അവറാണ് ഉണ്ടാവേണ്ടത്. അതല്ല 3000 വാച്ച് അവർ ആയാൽ തന്നെ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലോങ് വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഷോർട്സിലാണെങ്കിൽ 500 സബ്സ്ക്രൈബർ ഓൾറെഡി ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 മില്യൺ വ്യൂസ് ഉണ്ടാവണം ഹാഫ് മോണിറ്റൈസേഷൻ കേട്ടോ. ഹാഫ് എന്ന് പറയുമ്പോൾ ഇതിൽ സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, അതുപോലെ മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓണായി കിട്ടുള്ളൂ. അപ്പോൾ അതായത് അത് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടമുണ്ടെങ്കിലേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. യൂട്യൂബിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഓഡിയൻസ് തരുന്ന ഗിഫ്റ്റ് പോലെയൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ കിട്ടിയാലേ നമുക്കിവിടെ ബെനിഫിറ്റ് ഉള്ളൂ. ഫുൾ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇടുന്ന ആൾ, ലോങ് വീഡിയോ ലൈവ്, ഇതിലൂടെയാണ് നമുക്ക് വാച്ച് അവർ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ചെയ്തിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ ലോങ് വീഡിയോ നിരന്തരം നിങ്ങൾ ലോങ് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലും നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ, അതായത് നിങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 3 മിനിറ്റിൽ താഴെയാണെങ്കിൽ അത് ഷോർട്സിലോട്ടാണ് പോവുക കേട്ടോ. നിങ്ങൾ ലോങ് വീഡിയോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ എടുത്തിട്ട് 3 മിനിറ്റിൽ താഴെ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ഷോർട്സിലോട്ടാണ് പോവുക. 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ ഇത്തരത്തിൽ എടുത്ത് വെച്ചാൽ, അതായത് ഇത്തരത്തിൽ പോർട്രേറ്റിലാണ് എടുത്ത് വെച്ചാൽ അത് 3 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ ലോങ് വീഡിയോയിലോട്ട് പോകും. അതിൻ്റെ താഴെ ഷോർട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പോലെ എടുക്കുക. അതാകുമ്പോൾ ലോങ് വീഡിയോയിലോട്ടാണ് പോവുക. ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ലോങ് വീഡിയോയും ലൈവും ചെയ്യുന്ന ഒരാൾക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം. 365 ദിവസത്തിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഈ ഒരു കണക്ക്. ഇനി ഷോർട്സ് വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും 90 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് ലാസ്റ്റ് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം. ഇതിവിടെ 90 ദിവസമാണ് കണക്ക്. അപ്പോൾ വ്യൂസ് നല്ല രീതിയിൽ ഷോർട്സിന് മില്യൺ കണക്കിന് വ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞാലും എൻ്റെ ആവത്തില്ലേ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, അത് ആവും. അതായത് പിറകിലത്തെ വീഡിയോ മൈനസ് ആകുമ്പോഴും മുന്നത്തെ വീഡിയോ കയറി വരുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് കംപ്ലീറ്റ് ആയാൽ അവിടെ നിന്നുണ്ട് എപ്പോഴാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ആകുന്നത് ആ ഒരു ഇടവേളയാണ് ഈ 90 ദിവസവും അതുപോലെ 365 ദിവസവും കണക്കാക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വാച്ച് അവർ ഒന്നും കംപ്ലീറ്റ് ആവില്ല. അവർ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്ന് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയി നല്ല രീതിയിൽ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അവർ തുടക്കത്തിലിടുന്ന വീഡിയോസൊക്കെ നല്ല രീതിയിൽ മൂവ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നല്ല വാച്ച് അവർക്ക് വരും. അപ്പോൾ പിറകിലത്തെ വീഡിയോസിൻ്റെ പോയാലും ഇവിടെ കാര്യമായിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആണ് അത് 365 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് മാത്രമേ ഇവിടെ അനുമാനിക്കുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഷോർട്സ് ആണെങ്കിൽ 90 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കണമെന്നേ ഇവിടെ അനുമാനിക്കുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ചാനൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. എന്നിരുന്നാലും നിങ്ങൾക്ക് അപ്ലൈ നോ പറഞ്ഞിട്ടുള്ള ബട്ടൺ അവിടെ എനേബിൾ ആവുള്ളൂ. പിന്നെ നിങ്ങൾ അഡ്വാൻസ് ഫീച്ചറിൽ പോയിട്ട്, നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ് ഫീച്ചറിൽ പോയിട്ട് 1 ടൈം വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതായത് ഫേസ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, 1 ടൈം വെരിഫിക്കേഷൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറിയാത്തവർ അത് നോക്കി ചെയ്യുക. ഇതിൽ 1 ടൈം വെരിഫിക്കേഷൻ കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ആക്റ്റീവ് സ്ട്രൈക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആക്റ്റീവായിട്ടുള്ള സ്ട്രൈക്ക് ഉണ്ടാകാൻ പറ്റില്ല. വാണിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് ഒഴിവാകാണ്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ബട്ടൺ വരില്ല. സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ
ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കണം, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉള്ള വീഡിയോസ് ആയിരിക്കണം, നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കണം. ഈ വാച്ച് അവർ എങ്ങനെ കിട്ടി, അതുപോലെ വ്യൂസ് എങ്ങനെ വന്നു എന്നുള്ള യൂട്യൂബ് ചെക്ക് ചെയ്യും. നിങ്ങളുടെ ചാനൽ മൊത്തം മെറ്റാ ഡാറ്റ നിങ്ങളുടേതായിട്ടുള്ള ചാനൽ മൊത്തം ചെക്ക് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സെറ്റിങ്സ് പ്രോപ്പറായിട്ട് ഇരിക്കണം. ചാനലിൻ്റെ സെറ്റിങ്സ് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യും. ചാനലിൽ പ്രോപ്പറായിട്ട് സെറ്റിങ്സ് അല്ലെങ്കിൽ അത് സെറ്റിങ്സ് പ്രോപ്പർ അല്ലെങ്കിൽ വയലേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. നിങ്ങളുടെ ചാനലിൽ അവിടെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ പേജിൽ നിങ്ങളുടെ ചാനലിൽ വയലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് അവിടെ ഓപ്പൺ ആവുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചാനൽ സെറ്റിങ്സ്, ബാനർ, ചാനൽ ഐക്കണ്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതിയിരിക്കണം. ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പേര്, കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല, അതെല്ലാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റിങ്സ് പ്രോപ്പറായിട്ട്, കാറ്റഗറി, ഇന്ത്യ, നിങ്ങളുടെ കൺട്രി ഏതാണ്, അത് എല്ലാം കീവേഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതൊക്കെ കൊടുക്കുക. അതുപോലെ ലൈസൻസ് എന്താണ് അതെല്ലാം കൊടുക്കണം. പ്രോപ്പർ സെറ്റിങ്സ് കൊടുക്കണം. അതറിയാത്തവർ കമൻറ്റിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, റീയൂസ്ഡ് കണ്ടൻറ്റ് ഇടരുത്. ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ വീഡിയോ ആണ് ലൈവിലിട്ടിട്ടുള്ളത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഷോർട്സ് ആയിട്ടോ ലോങ് ആയിട്ട് ഇടരുത്. ലോങ് വീഡിയോയിൽ നിന്നുള്ളൊരു പാർട്ട് എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടരുത്. ഓൾറെഡി ഇട്ട വീഡിയോനെ അതേപടി എടുത്ത് നിങ്ങൾ വേറൊരു വീഡിയോ ആക്കി ഇടരുത്. ഇതാണ് റീയൂസ്ഡ്, ആയിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിക്കൊണ്ട് നിങ്ങൾ ഇടരുത്. അത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് ഒരേപോലുള്ള ടൈറ്റിൽ എഴുതരുത്. ടൈറ്റിൽ നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഒരേ ടൈറ്റിൽ കൊടുത്തുകൊണ്ടേയിരിക്കരുത്. അത് റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റാണ്. അതെൻറ്റിക് കണ്ടൻറ്റിന് ഒരു സ്ഥിരതയില്ല. സെയിം ആൾക്കാർ കാണുകയാണ് മറ്റുള്ള കണ്ടൻറ്റ് അതേപോലെ ഇയാളും ചെയ്തിരിക്കുന്നു, ഈ കണ്ടൻറ്റ് ഇതേപോലെ തന്നെ പകർത്തിയിരിക്കുന്നു, ഇതേപോലെ പകർപ്പ് പോലെ ഒരേപോലെ. അതിലൊരു ഒതൻറ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റേ അല്ല. അങ്ങനെയുള്ള കണ്ടൻറ്റ് ഇടരുത്. ഇത് പുതുതായിട്ട് വന്ന പോളിസിയാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റിൽ മാറ്റങ്ങളില്ല, നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ പോളിസി ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം പോളിസി വയലേഷൻ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള അറിവുകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള നല്ല ആക്ടിവിറ്റീസ് വീഡിയോസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പാണ് വരിക. ആദ്യത്തെ സ്റ്റെപ്പ് ഉടനെ തന്നെ ഡൺ ആവും. അത് യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ ആഡ്സെൻസ് ആണ്. ആഡ്സെൻസ് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കിയിരിക്കണം. ആഡ്സെൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐ ഡി വേണമെങ്കിലും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ആഡ്സെൻസ് ഉണ്ടെങ്കിൽ അതായിട്ട് ലിങ്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അവിടെ ആഡ്സെൻസ് എപ്പോഴും ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആഡ്സെൻസ് നിങ്ങളുടെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഡൺ ആവും. അപ്പോൾ രണ്ടാമത്തെ ഡൺ ആവും. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് യൂട്യൂബ് നോക്കി കാണുന്നത് നിങ്ങളുടെ ചാനൽ എത്തരത്തിലൊക്കെയാണെന്ന്. അങ്ങനെ റിവ്യൂ ചെയ്തിട്ട് മൂന്നാമത്തെയും കൂടി ഡൺ ആയി കഴിഞ്ഞാൽ അപ്ലൈ നോ എന്നുള്ളത് 3 സ്റ്റെപ്പ് ഡൺ ആയി. പിന്നെ നിങ്ങൾക്ക് വാച്ച് പേജ് നിങ്ങൾക്ക് ഓൺ ചെയ്യേണ്ടി വരും, ഷോർട്സ് പേജും ഓൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോളർ ചിഹ്നം നിങ്ങളുടെ വീഡിയോയിലൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പ്രോപ്പറായി മോണിറ്റൈസേഷൻ ആയി എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വേണം നിങ്ങൾ ഇടാൻ. നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷനും കൂടി ഓൺ ചെയ്തിട്ട് വേണം വീഡിയോ പബ്ലിക് ആകാൻ. ഈ പബ്ലിക് ആകുന്നതിന് മുമ്പ് ചെക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആയ ശേഷം വേണം വീഡിയോ പബ്ലിക് ആക്കാൻ. അതിന് മുമ്പ് പബ്ലിക് ആക്കരുത്. കാരണം നോട്ടിഫിക്കേഷൻ പോയിട്ടുള്ള ആ റവന്യൂ ഉണ്ടല്ലോ, ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോസ് പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് ചെക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കണം. പ്രോപ്പറായിട്ട് എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ പബ്ലിഷ് ആക്കാൻ. ഇത്തരം പബ്ലിക് ചെയ്യുന്ന സമയം കൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ ഓഡിയൻസ് എൻഗേജായിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ എങ്ങനെയാണ് നിങ്ങൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവരുത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണം. ചാനലിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. നിങ്ങളുടെ ഓരോ എഫേർട്ടും, നിങ്ങളെടുക്കുന്ന എഫേർട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള യൂട്യൂബിലുള്ള ജേണി തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫലമുണ്ടാവട്ടെ, നല്ല രീതിയിൽ എഫേർട്ടിനുള്ള ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.